രാവിലെ തന്നെ ഉറങ്ങി എണീക്കുമ്പോണ്ട് ഇതാ നമ്മളെ കമ്പനിക്കാരെ വിളിക്കുന്നു, അവനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന്. പിന്നെ അതായി പണി. ഇതൊരു 6 മാസം മുന്നേ ആശാൻ ഒരു ആക്സിഡൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റേ റെഗുലർ ചെക്കപ്പ് കാണിക്കാൻ വേണ്ടി വന്നതാണ് സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ. പിന്നെ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സമയം കൊണ്ട് പോയിക്കും. നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്, പോസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ എത്തിയിട്ട് ഏകദേശം 1.25 മണിക്കൂറായി. എന്നാലും നല്ല റഷുണ്ട്. പിന്നെയും പോസ്റ്റ് അങ്ങോട്ട് അവസാനം വിളിച്ചു. ഈ സ്ഥലത്തു നിന്നാണ് ജോബിൻ്റെ ഇന്നത്തെ പരിപാടി. ഇവിടെ നിന്നാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ ആശാനെ വിളിച്ചപ്പോൾ ആശാൻ കുത്തി പോയി. പിന്നെ ഞാൻ പോസ്റ്റ് കഴിച്ചു. വേറെ ഒരു കാര്യം ചെയ്യാത്തതുകൊണ്ട് വെറുതെ തെക്കൂട്ട് വടക്കൂട്ട് നോക്കി സമയം പോക്കി. ഇതാണ് സ്റ്റാർ കെയറിലെ ഫാർമസി. ഇനി ഇവിടുന്ന് മരുന്ന് മേടിക്കണം, അതിന് ക്യൂ നിൽക്കണം. ഓ, ഇത് വല്ലാത്ത സീനരി. അങ്ങനെ അവിടെ ബില്ലൊക്കെ കൊടുത്ത് സംഭവമൊക്കെ ചെയ്തു. ഞാൻ വെറുതെ ജസ്റ്റ് മുന്നിട്ട് നോക്കിയതാണ് മരുന്നുകളും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതാ ജോബി ഇതാ PTM അങ്ങനെ സ്കാൻ ചെയ്തു, പൈസ പോയി. ഇനിയാണ് ഗൈസ് വെയിറ്റിങ്. ഈ മരുന്ന് ഡോക്ടറെ കാണാൻ ഞങ്ങൾ ഇത്രയും സമയം എടുത്തില്ല, പക്ഷേ മരുന്ന് കിട്ടാൻ ഏകദേശം 3/4 മണിക്കൂർ അതിന് വേണ്ടി പോയി. പിന്നെ അപ്പുറത്ത് ഫുഡും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അധികം ആ വഴിക്ക് നോക്കാൻ നിന്നിട്ടില്ല. പൈസ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ല കാര്യമുള്ളൂ. പിന്നെ ഇതിൻ്റെ ഓക്വേർഡ് മൂവ്മെൻ്റ് ആയിരുന്നു. ഡ്രസ്സിങ് അടിപൊളിയായിട്ടും ചെരുപ്പ് കഴുകാൻ വിട്ടു. അതിന് നല്ല വസ്ത്രമുണ്ടായിരുന്നു. ഇവർ തെക്ക് വടക്ക് ഇങ്ങനെ തപ്പിയിട്ട് ഇവർ തപ്പിൽ മാത്രമേ ഉള്ളൂ. സാധനം കിട്ടിയില്ല. ജോബിനെ നിൻ്റെ വിധി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് ഇതാ ഞങ്ങളിതാ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ മരുന്ന് വേറെ ഷോപ്പിൽ നിന്ന് മേടിക്കണം. എന്നാലും ഞങ്ങളെ സമയം പോയി, അതാണ് കേസിക്ക്. അങ്ങനെ ഞങ്ങൾ നോക്കാം.